ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പ്രഭാഷകന്റെ പുസ്തകം 47-ാം അധ്യായത്തിൻ്റെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും വിത്ത് ഓപ്ഷൻസ് ആയിരിക്കും. ഓൾമോസ്റ്റ് 83ഓളം ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. പ്രഭാഷകന്റെ പുസ്തകം 47-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണുള്ളത്? ഓപ്ഷൻസ് 23, 24, 25. ഉത്തരം 25. പ്രഭാഷകന്റെ പുസ്തകം 47-ാം അധ്യായത്തിന്റെ ഒന്നാമത്തെ ശീർഷകം എന്ത്? ഓപ്ഷൻസ് സാമുവൽ, ദാവീദ്, സാവൂൾ. ഉത്തരം ദാവീദ്. ദാവീദിന്റെ നാളുകളിൽ ആരാണ് പ്രവചനം നടത്തിയത്? ഓപ്ഷൻസ് ഏശയ്യ, നാഥാൻ, സാവൂൾ. ഉത്തരം നാഥാൻ. ആരിൽ നിന്നാണ് ദാവീദ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ഓപ്ഷൻസ് ഇസ്രായേൽ ജനത്തിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന്, യാക്കോബ് വംശത്തിൽ നിന്ന്. ഉത്തരം ഇസ്രായേൽ ജനത്തിൽ നിന്ന്. വിശിഷ്ടമായ എന്ത് എന്ന പോലെയാണ് ദാവീദ് ഇസ്രായേൽ ജനത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്? ഓപ്ഷൻസ് തേൻ, പാൽ, കൊഴുപ്പ്. ഉത്തരം കൊഴുപ്പ്. എന്തിൽ വിശിഷ്ടമായ കൊഴുപ്പ് എന്ന പോലെയാണ് ദാവീദ് ഇസ്രായേൽ ജനത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്? ഓപ്ഷൻസ് ദഹനബലിയിൽ, സമാധാന ബലിയിൽ, സ്നേഹബലിയിൽ. ഉത്തരം സമാധാന ബലിയിൽ. ദാവീദ് കോലാട്ടിൻ കുട്ടികളോടെന്ന പോലെ ആരുമായാണ് കളിയാടിയത്? ഓപ്ഷൻസ് ചെന്നായ്ക്കളുമായി, സിംഹങ്ങളുമായി, കരടികളുമായി. ഉത്തരം സിംഹങ്ങളുമായി. എന്തിനോട് കൂടെ എന്നതുപോലെയാണ് ദാവീദ് കരടികളുമായി കളിയാടിയത്? ഓപ്ഷൻസ് കോലാട്ടിൻ കുട്ടികളോടുകൂടെ, മാൻകുട്ടികൾ, ചെമ്മരിയാട്ടിൻകുട്ടികൾ. ഉത്തരം ചെമ്മരിയാട്ടിൻകുട്ടികൾ. ദാവീദ് ഗോലിയാത്തിന്റെ എന്ത് തകർത്തില്ലേ എന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത്? ഓപ്ഷൻസ് ശിരസ്, ശക്തി, അഹങ്കാരം. ഉത്തരം അഹങ്കാരം. ദാവീദ് എന്ത് ഉയർത്തിയപ്പോഴാണ് ഗോലിയാത്തിന്റെ അഹങ്കാരം തകർത്തതായി പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ് കവിണ, കരം, വാൾ. ഉത്തരം കരം. അവൻ ഡാഷിൽ കവിണയിൽ കല്ല് ചേർത്ത് കരമുയർത്തിയപ്പോൾ ഗോലിയാത്തിന്റെ അഹങ്കാരം തകർത്തില്ലേ? വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻസ് യൗവനത്തിൽ, കൗമാരത്തിൽ, ശക്തിയിൽ. ഉത്തരം യൗവനത്തിൽ. ആ മല്ലനെ കൊന്ന് അവൻ ജനത്തിന്റെ ഡാഷ് നീക്കിയില്ലേ? വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻസ് ശത്രുത, അപമാനം, ശാപം. ഉത്തരം അപമാനം. എപ്രകാരമുള്ള കർത്താവിനോടാണ് ദാവീദ് അപേക്ഷിച്ചത്? ഓപ്ഷൻസ് അത്യുന്നതനായ, സൈന്യങ്ങളുടെ പിതാവായ. ഉത്തരം അത്യുന്നതനായ. ഒരു ആരെ കൊല്ലുന്നതിനു വേണ്ടിയാണ് കർത്താവ് ദാവീദിന്റെ വലതുകരം ശക്തമാക്കിയത്? ഓപ്ഷൻസ് ഒരു മല്ലനെ, ഒരു ശത്രുവിനെ, ഒരു യുദ്ധവീരനെ. ഉത്തരം ഒരു യുദ്ധവീരനെ. തൻ്റെ ജനത്തിൻ്റെ എന്ത് വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ദാവീദിന്റെ വലതുകരം ശക്തമാക്കിയത്? ഓപ്ഷൻസ് അഭിമാനം, ശക്തി, സൽപ്പേര്. ഉത്തരം ശക്തി. എന്തിൻ്റെ മേൽ വിജയം വരിച്ചവൻ എന്നാണ് ദാവീദിനെ കുറിച്ച് ജനം ആർപ്പ് വിളിച്ചത്? ഓപ്ഷൻസ് ഫിലിസ്തീയരുടെ, ശത്രുക്കളുടെ, 10,000ങ്ങളുടെ. ഉത്തരം 10,000ങ്ങളുടെ. ആർപ്പ് വിളികളോടെ ജനം ദാവീദിനെ എന്തിൻ്റെ കിരീടമാണ് അണിയിച്ചത്? ഓപ്ഷൻസ് മഹത്വത്തിൻ്റെ, രാജത്വത്തിൻ്റെ, ശക്തിയുടെ. ഉത്തരം മഹത്വത്തിൻ്റെ. കർത്താവിൻ്റെ എന്തിനെ പ്രതിയാണ്
ജനം ദാവീദിനെ സ്തുതിച്ചത്? ഓപ്ഷൻസ്: മഹത്വത്തെ പ്രതി, അനുഗ്രഹങ്ങളെ പ്രതി, വാഗ്ദാനത്തെ പ്രതി. ഉത്തരം: അനുഗ്രഹങ്ങളെ പ്രതി. ചുറ്റുമുള്ള എന്തിനെയാണ് ദാവീദ് തുടച്ചുമാറ്റിയത്? ഓപ്ഷൻസ്: ശത്രുക്കളെ, ജനതകളെ, യുദ്ധവീരന്മാരെ. ഉത്തരം: ശത്രുക്കളെ. എതിരാളികളായ ആരെയാണ് ദാവീദ് നശിപ്പിച്ചത്? ഓപ്ഷൻസ്: അമലേഖ്യരെ, ഫിലിസ്തീയരെ, അമോര്യരെ. ഉത്തരം: ഫിലിസ്തീയരെ. ഇന്നും ശക്തിയറ്റവരായി കഴിയുന്നതായി പ്രഭാഷകൻ പറയുന്നത് ആരെക്കുറിച്ച്? ഓപ്ഷൻസ്: യുദ്ധവീരന്മാരെക്കുറിച്ച്, ഫിലിസ്തീയരെക്കുറിച്ച്, അമോര്യരെക്കുറിച്ച്. ഉത്തരം: ഫിലിസ്തീയരെക്കുറിച്ച്. തൻ്റെ എല്ലാ പ്രവൃത്തികളിലും ദാവീദ് അത്യുന്നതന്റെ എന്താണ് പ്രകീർത്തിച്ചത്? ഓപ്ഷൻസ്: ശക്തി, കൃപ, മഹത്വം. ഉത്തരം: മഹത്വം. ദാവീദ് പരിശുദ്ധനായ ദൈവത്തിന് എന്ത് അർപ്പിച്ചതായാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: ദഹനബലി, സ്തുതികൾ, കൃതജ്ഞത. ഉത്തരം: കൃതജ്ഞത. ദാവീദ് പൂർണ്ണ ഹൃദയത്തോടെ ആരെ സ്നേഹിച്ചതായാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: പരിശുദ്ധനെ, സ്രഷ്ടാവിനെ, അത്യുന്നതനെ. ഉത്തരം: സ്രഷ്ടാവിനെ. ദാവീദ് സ്രഷ്ടാവിന് എന്ത് പാടുകയും ചെയ്തു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: സ്തോത്രം, സ്തുതി, കീർത്തനം. ഉത്തരം: സ്തുതി. എന്തിനു മുൻപിൽ ഗാനം ആലപിക്കുന്നതിനെ കുറിച്ചാണ് പ്രഭാഷകൻ 47:9 പറയുന്നത്? ഓപ്ഷൻസ്: വിശുദ്ധ കൂടാരത്തിന്, വാഗ്ദാന ബലിപീഠത്തിന്. ഉത്തരം: ബലിപീഠത്തിന്. ബലിപീഠത്തിന് മുൻപിൽ മധുരമായ ഗാനമാലപിക്കുവാൻ ദാവീദ് ആരെയാണ് നിയോഗിച്ചത്? ഓപ്ഷൻസ്: വിശുദ്ധന്മാരെ, മാലാഖമാരെ, ഗായക സംഘത്തെ. ഉത്തരം: ഗായക സംഘത്തെ. ദാവീദ് എന്തിന് മനോഹാരിത പകർന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: ബലികൾക്ക്, ഉത്സവങ്ങൾക്ക്, ആഘോഷങ്ങൾക്ക്. ഉത്തരം: ഉത്സവങ്ങൾക്ക്. ദാവീദ് ഉത്സവങ്ങളുടെ എന്ത് നിശ്ചയിക്കുകയും ചെയ്തു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: കാലം, സമയം, തീയതി. ഉത്തരം: കാലം. ഗായക സംഘം ദൈവത്തിൻ്റെ എന്ത് സ്തുതിച്ചതിനെ കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: മഹത്വം, വിശുദ്ധനാമം, അനുഗ്രഹങ്ങൾ. ഉത്തരം: വിശുദ്ധനാമം. ഗായക സംഘത്തിൻ്റെ സ്തുതികളാൽ എന്താണ് മുഖരിതമായത്? ഓപ്ഷൻസ്: ബലിപീഠം, കൂടാരം, വിശുദ്ധ സ്ഥലം. ഉത്തരം: വിശുദ്ധ സ്ഥലം. ഗായക സംഘത്തിൻ്റെ സ്തുതികളാൽ എന്തിനു മുൻപ് തന്നെയാണ് വിശുദ്ധ സ്ഥലം മുഖരിതമാകുന്നത്? ഓപ്ഷൻസ്: ഉദയത്തിനു മുൻപ്, ബലികൾക്ക് മുൻപ്, കൃതജ്ഞതകൾക്ക് മുൻപ്. ഉത്തരം: ഉദയത്തിന് മുൻപ്. കർത്താവ് ദാവീദിൻ്റെ എന്താണ് നീക്കിക്കളഞ്ഞത്? ഓപ്ഷൻസ്: ആസക്തികൾ, അധികാരം, പാപം. ഉത്തരം: പാപം. കർത്താവ് ദാവീദിൻ്റെ എന്താണ് എന്നേക്കും ഉറപ്പിച്ചു നൽകിയത്? ഓപ്ഷൻസ്: ശക്തി, അധികാരം, രാജ്യത്വം. ഉത്തരം: അധികാരം. കർത്താവ് ദാവീദിന് ഉടമ്പടി വഴി നൽകിയ ഒന്നാമത്തെ കാര്യം എന്ത്? ഓപ്ഷൻസ്: ബഹുമാനം, അധികാരം, രാജ്യത്വം. ഉത്തരം: രാജ്യത്വം. മഹത്വത്തിൻ്റെ എന്താണ് കർത്താവ് ദാവീദിന് ഉടമ്പടി വഴി നൽകിയത്? ഓപ്ഷൻസ്: കിരീടം, സിംഹാസനം, അധികാരം. ഉത്തരം: സിംഹാസനം. കർത്താവ് ഉടമ്പടി വഴി എവിടെയാണ് ദാവീദിന്
മഹത്വത്തിന്റെ സിംഹാസനം നൽകിയത്? ഓപ്ഷൻസ്: കാനാൻ ദേശത്ത്, വാഗ്ദാന ഭൂമിയിൽ, ഇസ്രായേലിൽ. ഉത്തരം: ഇസ്രായേലിൽ. പ്രഭാഷകൻ 47-ാം അധ്യായത്തിന്റെ രണ്ടാമത്തെ ശീർഷകം എന്ത്? ഓപ്ഷൻസ്: സാവൂൾ, സോളമൻ, സാമുവൽ. ഉത്തരം: സോളമൻ. എപ്രകാരമുള്ള ഒരു പുത്രനാണ് ദാവീദിന് പിൻഗാമിയായത്? ഓപ്ഷൻസ്: സൗമ്യനായ, ബുദ്ധിമാനായ, ജ്ഞാനിയായ. ഉത്തരം: ബുദ്ധിമാനായ. ദാവീദ് നിമിത്തം പുത്രന്റെ ജീവിതം എപ്രകാരമായി എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: സമ്പന്നമായി, ബഹുമാന്യമായി, സുരക്ഷിതമായി. ഉത്തരം: സുരക്ഷിതമായി. സോളമന്റെ ഭരണകാലം എപ്രകാരമുള്ളതായിരുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: സുരക്ഷിതമായിരുന്നു, സമൃദ്ധി നിറഞ്ഞതായിരുന്നു, സമാധാനപൂർണമായിരുന്നു. ഉത്തരം: സമാധാനപൂർണമായിരുന്നു. ദൈവം സോളമന് എല്ലായിടത്തും എന്താണ് നൽകിയത്? ഓപ്ഷൻസ്: ബഹുമാനം, സമാധാനം, അധികാരം. ഉത്തരം: സമാധാനം. സോളമൻ എന്ത് നിർമ്മിച്ചതിനെ കുറിച്ചാണ് പ്രഭാഷകൻ 47:13 പറയുന്നത്? ഓപ്ഷൻസ്: ആലയം, ബലിപീഠം, കൂടാരം. ഉത്തരം: ആലയം. ദൈവത്തിന്റെ എന്തിലാണ് സോളമൻ ഒരു ആലയം നിർമ്മിച്ചത്? ഓപ്ഷൻസ്: ദൈവത്തിന്റെ മഹത്വത്തിൽ, സ്നേഹത്തിൽ, നാമത്തിൽ. ഉത്തരം: നാമത്തിൽ. എന്നും നിലനിൽക്കുന്ന ഒരു എന്താണ് സോളമൻ ഒരുക്കിയത്? ഓപ്ഷൻസ്: വിശുദ്ധ സ്ഥലം, സമാഗമ കൂടാരം, ബലിപീഠം. ഉത്തരം: വിശുദ്ധ സ്ഥലം. ഡാഷിൽ തന്നെ നീ എത്ര ജ്ഞാനിയായിരുന്നു? വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: രാജ്യത്വത്തിൽ, യൗവനത്തിൽ, ബാല്യത്തിൽ. ഉത്തരം: യൗവനത്തിൽ. സോളമന്റെ എന്ത് നദി പോലെ കവിഞ്ഞൊഴുകി എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: ജ്ഞാനം, വിവേകം, വിജ്ഞാനം. ഉത്തരം: വിജ്ഞാനം. സോളമന്റെ എന്താണ് ലോകമാസകലം വ്യാപിച്ചതായി പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: കീർത്തി, പ്രശസ്തി, ജ്ഞാനം. ഉത്തരം: ജ്ഞാനം. അതിനെ നീ ഉപമകളും ഡാഷും കൊണ്ട് നിറച്ചു. വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: സ്തുതികളും, സൂക്തങ്ങളും, കീർത്തനങ്ങളും. ഉത്തരം: സൂക്തങ്ങളും. സോളമന്റെ പ്രശസ്തി എവിടെ എത്തി എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: ലോകമാസകലം, ഭൂമിയുടെ അതിർത്തികളിൽ, വിദൂര ദ്വീപുകളിൽ. ഉത്തരം: വിദൂര ദ്വീപുകളിൽ. സമാധാനപൂർണമായ ഭരണം നിമിത്തം സോളമൻ ആരായി മാറി എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: ബഹുമാന്യൻ, പ്രിയങ്കരൻ, വിജ്ഞാനി. ഉത്തരം: പ്രിയങ്കരൻ. സോളമന്റെ എത്ര കാര്യങ്ങളാണ് ജനതകളെ വിസ്മയാധീനരാക്കിയത്? ഓപ്ഷൻസ്: 5 കാര്യങ്ങൾ, 4 കാര്യങ്ങൾ, 3 കാര്യങ്ങൾ. ഉത്തരം: 4 കാര്യങ്ങൾ. ജനതകളെ വിസ്മയാധീനരാക്കിയ സോളമന്റെ ഒന്നാമത്തെ കാര്യം എന്ത്? ഓപ്ഷൻസ്: സൂക്തങ്ങൾ, ഉപമകൾ, കീർത്തനങ്ങൾ. ഉത്തരം: കീർത്തനങ്ങൾ. ജനതകളെ വിസ്മയാധീനരാക്കിയ സോളമന്റെ നാലാമത്തെ കാര്യം എന്ത്? ഓപ്ഷൻസ്: പ്രത്യുത്തരങ്ങൾ, സുഭാഷിതങ്ങൾ, പ്രഭാഷണങ്ങൾ. ഉത്തരം: പ്രത്യുത്തരങ്ങൾ. നിന്റെ കീർത്തനങ്ങളും ഡാഷും ഉപമകളും പ്രത്യുത്തരങ്ങളും ജനതകളെ വിസ്മയാധീനരാക്കി. വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: സ്തുതികളും, സുഭാഷിതങ്ങളും, പ്രഭാഷണങ്ങളും. ഉത്തരം: സുഭാഷിതങ്ങളും. തകരം പോലെ സോളമൻ ശേഖരിച്ചതായി പ്രഭാഷകൻ പറയുന്നത് എന്ത്? ഓപ്ഷൻസ്: ചെമ്പ്, വെള്ളി, സ്വർണം. ഉത്തരം:
സ്വർണം. എന്ത് എന്ന പോലെ സോളമൻ വെള്ളി ശേഖരിച്ചതായാണ് പ്രഭാഷകൻ പറയുന്നത്. ഓപ്ഷൻസ്: ചെമ്പ് എന്ന പോലെ, ഈയം എന്ന പോലെ, പിച്ചള എന്ന പോലെ. ഉത്തരം: ഈയം. ഡാഷ് ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ തകരം പോലെ സ്വർണവും ഈയം പോലെ വെള്ളിയും നീ ശേഖരിച്ചു. വചനഭാഗം പൂരിപ്പിക്കുക. ഇസ്രായേലിൻ്റെ, സൈന്യങ്ങളുടെ, യാക്കോബിൻ്റെ. ഉത്തരം: ഇസ്രായേലിൻ്റെ. സോളമൻ എന്തിന് അധീനനായി എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ഓപ്ഷൻസ്: പാപത്തിന്, ലഹരിക്ക്, സ്ത്രീകൾക്ക്. ഉത്തരം: സ്ത്രീകൾക്ക്. സോളമനെ എന്ത് കീഴ്പ്പെടുത്തിയതായാണ് പ്രഭാഷകൻ പറയുന്നത്. ഓപ്ഷൻസ്: അഭിലാഷങ്ങൾ, ജഡമോഹങ്ങൾ, ആസക്തികൾ. ഉത്തരം: അഭിലാഷങ്ങൾ. നിന്റെ എന്തിന് നീ തന്നെ കളങ്കം വരുത്തി എന്നാണ് പ്രഭാഷകൻ സോളമനെ കുറിച്ച് പറയുന്നത്. ഓപ്ഷൻസ്: പ്രശസ്തിക്ക്, സത്കീർത്തിക്ക്, മഹിമയ്ക്ക്. ഉത്തരം: സത്കീർത്തിക്ക്. നിന്റെ എന്ത് നീ മലിനമാക്കി എന്നാണ് സോളമനെ കുറിച്ച് പ്രഭാഷകൻ പറയുന്നത്. ഓപ്ഷൻസ്: പിതൃത്വത്തെ, നാമത്തെ, സന്തതി പരമ്പരയെ. ഉത്തരം: സന്തതി പരമ്പരയെ. സോളമൻ തൻ്റെ സന്തതി പരമ്പരയെ എന്തിന് ഇരയാക്കി എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ഓപ്ഷൻസ്: കോപത്തിന്, ക്രോധത്തിന്, അപമാനത്തിന്. ഉത്തരം: ക്രോധത്തിന്. സോളമന്റെ എന്താണ് അവന്റെ സന്തതി പരമ്പരയ്ക്ക് ദുഃഖകാരണമായതായി പ്രഭാഷകൻ പറയുന്നത്. ഓപ്ഷൻസ്: സോളമന്റെ ആസക്തി, ഭോഷത്വം, അഹങ്കാരം. ഉത്തരം: ഭോഷത്വം. അങ്ങനെ എന്ത് വിഭജിക്കപ്പെട്ടു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ഓപ്ഷൻസ്: അധികാരം, ഭൂമി, രാജ്യം. ഉത്തരം: രാജ്യം. എവിടെ നിന്ന് ഉദ്ധതമായ ഒരു രാജ്യം ഉയർന്നു വന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ഓപ്ഷൻസ്: എഫ്രായിമിൽ നിന്ന്, യൂദായിൽ നിന്ന്, ഇസ്രായേലിൽ നിന്ന്. ഉത്തരം: എഫ്രായിമിൽ നിന്ന്. കർത്താവ് ഒരിക്കലും തൻ്റെ എന്തു വെടിയില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ഓപ്ഷൻസ്: കരം, കരുതൽ, കാരുണ്യം. ഉത്തരം: കാരുണ്യം. കർത്താവ് തൻ്റെ എന്തു നശിക്കാൻ ഇടവരുത്തില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ഓപ്ഷൻസ്: ജനതകൾ, സൃഷ്ടികൾ, ദാസർ. ഉത്തരം: സൃഷ്ടികൾ. കർത്താവ് താൻ തിരഞ്ഞെടുത്തവന്റെ ആരെ തുടച്ചു മാറ്റുകയില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ഓപ്ഷൻസ്: പിൻഗാമികളെ, സന്തതികളെ, മക്കളെ. ഉത്തരം: പിൻഗാമികളെ. തന്നെ എന്ത് ചെയ്യുന്നവന്റെ സന്തതി പരമ്പരകളെ കർത്താവ് നശിപ്പിക്കുകയില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ഓപ്ഷൻസ്: തന്നെ അനുഗമിക്കുന്നവന്റെ, സ്നേഹിക്കുന്നവന്റെ, അനുസരിക്കുന്നവന്റെ. ഉത്തരം: സ്നേഹിക്കുന്നവന്റെ. ആർക്ക് ഒരു ഗണത്തെ കർത്താവ് അവശേഷിപ്പിച്ചു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ഓപ്ഷൻസ്: ഇസ്രായേലിന്, ദാവീദിന്, യാക്കോബിന്. ഉത്തരം: യാക്കോബിന്. അതിനാൽ ദാവീദിന്റെ എന്തിൽ ഒരു സന്തതിയെയും കർത്താവ് അവശേഷിപ്പിച്ചു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ഓപ്ഷൻസ്: ദാവീദിന്റെ വംശത്തിൽ, ദാവീദിന്റെ കുടുംബത്തിൽ, ദാവീദിന്റെ ഗണത്തിൽ. ഉത്തരം: ദാവീദിന്റെ വംശത്തിൽ. ആര് പിതാക്കന്മാരോട് ചേർന്നതിനെ കുറിച്ചാണ് പ്രഭാഷകൻ 47:23 പറയുന്നത്. ഓപ്ഷൻസ്: ദാവീദ്, സോളമൻ, യാക്കോബ്. ഉത്തരം: സോളമൻ. സോളമന് ശേഷം സ്ഥാനമേറ്റ അവന്റെ സന്തതി ആര്? ഓപ്ഷൻസ്: ജെറോബോവാം, രഹോബോവാം, ഹറോബോവാം. ഉത്തരം: രാഹോബോവാം. വിഡ്ഢിത്തത്തിൽ എത്രാം സ്ഥാനീയനായാണ് പ്രഭാഷകൻ രാഹോബോവാമിനെ വിശേഷിപ്പിക്കുന്നത്? ഓപ്ഷൻസ്: ഒന്നാമൻ, അവസാനത്തവൻ, ആദ്യത്തവൻ.
ഉത്തരം ഒന്നാമൻ. എന്തിൽ ഒടുവിലെത്തവൻ എന്ന വിശേഷണമാണ് പ്രഭാഷകൻ റഹോബോവാമിന് നൽകുന്നത്? ഓപ്ഷൻസ്: വിജ്ഞാനത്തിൽ, അറിവിൽ, വിവേകത്തിൽ. ഉത്തരം വിവേകത്തിൽ. റഹോബോവാമിന്റെ ഭരണം ജനങ്ങളുടെ എന്തിന് കാരണമായി എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: നാശത്തിന്, കലാപത്തിന്, അപമാനത്തിന്. ഉത്തരം കലാപത്തിന്. ഇസ്രായേലിനെ തിന്മയിലേക്ക് നയിച്ച മറ്റേത് വ്യക്തിയെക്കുറിച്ചാണ് പ്രഭാഷകൻ 47:23 പറയുന്നത്? ഓപ്ഷൻസ്: സാവൂൾ, ജെറോബോവാം, അബ്നേർ. ഉത്തരം ജെറോബോവാം. ജെറോബോവാം ആരെ പാപമാർഗത്തിൽ നടത്തിയതായാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: ഇസ്രായേലിനെ, ജെറുസലേമിനെ, എഫ്രായിമിനെ. ഉത്തരം എഫ്രായിമിനെ. ജനതകൾ എന്തിൽ മുഴുകിയതിനെ കുറിച്ചാണ് പ്രഭാഷകൻ 47:24 പറയുന്നത്? ഓപ്ഷൻസ്: പാപത്തിൽ, സമ്പത്തിൽ, ജഡമോഹങ്ങളിൽ. ഉത്തരം പാപത്തിൽ. എവിടെ നിന്ന് ബഹിഷ്കരിക്കപ്പെടത്തക്ക വിധം അവർ പാപത്തിൽ മുഴുകി എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: ഇസ്രായേലിൽ നിന്ന്, സ്വദേശത്ത് നിന്ന്, വാഗ്ദാന ദേശത്ത് നിന്ന്. ഉത്തരം സ്വദേശത്ത് നിന്ന്. ജനതകളെല്ലാം എന്തിൽ വിഹരിച്ചതായാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: തിന്മകളിലും, അശുദ്ധിയിലും, ദുർമാർഗത്തിലും. ഉത്തരം തിന്മകളിലും. തങ്ങളുടെ മേൽ ഡാഷ് പതിക്കുന്നതുവരെ എല്ലാ തിന്മകളിലും അവർ വിഹരിച്ചു. വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: ക്രോധം, കോപം, പ്രതികാരം. ഉത്തരം പ്രതികാരം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം വീഡിയോസ് ലൈക്കും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ സജഷൻസ് കമൻസ് ആയിട്ട് അറിയിക്കുകയും വേണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.